എല്ലാവർക്കും നമസ്കാരം. ലോക പരിസ്ഥിതി ദിനം ആണ് ഇന്ന്, ജൂൺ 5. ലോകത്തെങ്ങുമുള്ള മനുഷ്യസ്നേഹികൾ, പ്രകൃതി സ്നേഹികൾ, സർവോപരി ജീവൻ എന്ന പ്രതിഭാസത്തെ സ്നേഹിക്കുന്നവർ ഈ ദിനം വളരെ ആഘോഷപൂർവ്വം പ്രകൃതിയുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് കൊണ്ടാടി വരിക. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റും ഇക്കോ ടൂറിസം പദ്ധതി, തൊടുക്കാപ്പിലെ ഇക്കോ ടൂറിസം ആയിട്ട് ചേർന്ന് കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായ ഒരു പരിപാടി നടത്തുകയുണ്ടായി. അതിലെനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. വിത്തുണ്ട എന്ന മനോഹരമായ ഒരു ക്യാപ്ഷൻ ആണ് അതിനവർ കൊടുത്തിരുന്നത്. കാട്ടിനുള്ളിലേക്ക് പലതരം വൃക്ഷങ്ങളുടെ വിത്തുകൾ എറിയുക എന്ന ഒരാശയം. ഇത് വളരെ കാവ്യാത്മകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാടിനകത്ത് മരങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു ദുരന്തകാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇന്ന് മനുഷ്യൻ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നുള്ളത് ഈ വൃക്ഷങ്ങളുടെ ലഭ്യതക്കുറവാണ്. വൃക്ഷങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പറ്റും എന്ന അന്വേഷണം നമ്മൾ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ജൂൺ 5 നമ്മൾ വൃക്ഷത്തൈകൾ നടും. കുറേയൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാട് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിൽ ഉത്സാഹിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു സ്കൂളിന് മുറ്റത്ത് ഒരു 10 ചെടി നട്ടുപിടിപ്പിച്ചാൽ ചിലതൊക്കെ ബാക്കിയായത് ഞാൻ കണ്ടിട്ടുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കാടിനെ നമ്മളാരും വൃക്ഷം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന് കരുതാറില്ല. കാരണം കാട് എന്നത് തന്നെ മരങ്ങളുടെ ഒരു കൂട്ടമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മരം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ് വനം എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. വനത്തിനകത്ത് കാടിൻ്റെ ഒരു ഉൾക്കാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി മനുഷ്യ സംഘർഷം എന്നുള്ളത്. വന്യജീവികളുടെ ആക്രമണം നേരിടുന്നു എന്ന് പറഞ്ഞ് ആളുകൾ എല്ലായിടത്തും വേവലാതിപ്പെടുന്നത് നമ്മൾക്ക് കാണാം. കാടിനകത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ വരികയും കാടിൻ്റെ ഉള്ളിലുള്ള അവരുടെ വാസസ്ഥലങ്ങൾ ശുഷ്കിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും വന്യമൃഗങ്ങൾ ഇര തേടി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗം കാടിൻ്റെ ആ ഉള്ളിൽ കൂടുതൽ മരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാടിൻ്റെ അകത്തേക്ക് പോയിട്ട് മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഒരു സ്കൂൾ മുറ്റത്തോ ഒരു ഓഫീസ് മുറ്റത്തോ ചെയ്യുന്നത് പോലെ അത്ര ലളിതമല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ വളരെ ഗംഭീരമായ ആശയം വിത്ത് പ്രത്യേകതരം മണ്ണിൽ സംസ്കരിച്ച് കുഴച്ച് എടുത്തിട്ട് അത് കാട്ടിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ നമ്മൾ വളരെ ദൂരേക്ക് ഇത് വലിച്ചെറിയുന്നു. അവിടെ കിടന്ന് ഇത് മണ്ണിൽ ലയിച്ച് ചേർന്ന് വളർന്ന് വൃക്ഷങ്ങളായി മാറുന്നു എന്നുള്ള വളരെ മനോഹരമായ ആശയമാണ് വിത്തുണ്ട എന്നതിലൂടെ മുന്നോട്ട് വെച്ചത്. അത് കഴിഞ്ഞ വർഷം ഗംഭീരമായിട്ട് നടന്നു. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വർഷവും ആ പദ്ധതി കൂടുതൽ ഗംഭീരമായിട്ട് കൊണ്ടുപോകാനാണ് ഈ ഇതിൻ്റെ പുറകിലുള്ള സുഹൃത്തുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം എന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഴ ചില സമയത്ത് അസാധാരണമായിട്ട് പെയ്യുന്നു, ചിലപ്പോൾ കടുത്ത വേനൽ അനുഭവപ്പെടുന്നു. കേരളത്തിൽ ഇന്നേ വരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത ചൂട് നമുക്കുണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ പുറകിലേക്ക് പോയാൽ നമ്മുടെ ഭൂമിയുടെ പച്ചപ്പിൻ്റെ ഒരു ശോഷണം ആണ് കാരണം എന്ന് കണ്ടെത്താൻ കഴിയും. പച്ചപ്പ് എന്നുള്ളത് കേവലം നമ്മുടെ പ്രകൃതി ഭംഗിയോ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചവസ്തുവോ മാത്രമല്ല, ജീവൻ എന്ന പ്രതിഭാസത്തെ നിലനിർത്തുന്ന, ജീവിവർഗത്തിൻ്റെ മുഴുവൻ ജീവിതത്തെ നിലനിൽപ്പിനെ സുഖകരമാക്കുന്ന ഒരു വലിയ പ്രകൃതിയിലെ പ്രതിഭാസമാണ്. അത് പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ആർത്തി കൊണ്ട് അതൊക്കെ എങ്ങനെയാണ് വെട്ടിനശിപ്പിച്ച് പണമുണ്ടാക്കുക എന്ന് ചിന്തിച്ച മനുഷ്യരാണ് ഈ കാടിനെയും അതിൻ്റെ കൂടെയുള്ള വൃക്ഷങ്ങളെയും പച്ചപ്പിനെയും മുഴുവൻ നശിപ്പിച്ചത്. അതിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു കാരണം. മറ്റൊന്ന് തീർച്ചയായിട്ടും കാർബൺ എമിഷൻ. നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് മറ്റുള്ള യന്ത്രസാമഗ്രികളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയിൽ ചൂട് കൂടുന്നു. ആ ചൂട് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ആ ചൂടിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടാവുക എന്നുള്ളത്. കാരണം പ്രകൃതിയിൽ എത്ര ചൂട് കൂടിയാലും അതിനെ നിയന്ത്രിക്കാൻ പ്രകൃതിക്ക് തന്നെയുള്ള സംവിധാനമാണ് പ്രകൃതിയുടെ പച്ചപ്പ് എന്നുള്ളത്. പക്ഷേ ഒരു ഭാഗത്ത് ഈ പച്ചപ്പിനെ നമ്മൾ നശിപ്പിക്കുകയും മറുഭാഗത്ത് ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിയുടെ സർവനാശത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ്, വളരെ ക്രൂരമായ പ്രയത്നങ്ങളാണ്. അതിനെതിരെയാണ് പരിസ്ഥിതി പ്രവർത്തകർ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്
അങ്ങനെയുള്ള സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. ഈ ജൂൺ 5 ലോകമെങ്കും പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രകൃതിയുടെ മനോഹരമായ വനസമൃദ്ധമായ ഈ തൊടുക്കാപ്പ് ഇക്കോ ടൂറിസത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കൾ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം കൂടെ സംഗമിച്ച് ഈ വിത്തുണ്ട പദ്ധതിയിലൂടെ ഒരിക്കൽ കൂടി ഈ കാടിനെ സമൃദ്ധമാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.